ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഓണമായിട്ട് നമ്മൾ നൈറ്റ് വ്യൂസൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണേ. ടൗണൊക്കെ അടിപൊളിയായിട്ട് ടൗൺ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനും ആദീസും കല്ലൂസും ലച്ചൂസും ഏട്ടനും എല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കാണാനിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, പുനലൂർ ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ചെമ്മന്തൂർ സ്റ്റേഡിയത്തിലാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്, ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഫെസ്റ്റിൻ്റെ അടുത്ത് വന്നു. ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് നേരമൊന്നും നിന്നില്ല, കാരണം കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ലച്ചൂസ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒത്തിരി നേരമൊന്നും നിൽക്കാനൊന്നും പറ്റിയില്ല. വിശാലമായിട്ട് പിന്നൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഫെസ്റ്റിൻ്റെ അടുത്താണ് എൻ്റെ ചേച്ചിയുടെ വീട്. അപ്പം പിന്നെ അവിടെ പോയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കയറി തിരിച്ചു വന്നു. പിന്നെ നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തി. മന്തി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അൽബാരിസിൽ വന്നു. ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. പിന്നെ നേരെ വന്നു. നമ്മുടെ തൂക്കുപാലം കണ്ടോ ഗൈസ്, അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുനലൂരിൻ്റെ ഐശ്വര്യം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ തൂക്കുപാലത്തിനെ. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ പേരിലാണല്ലോ നമ്മൾ പുനലൂരുകാർ വരെ അറിയപ്പെടുന്നത്. തൂക്കുപാലം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്തത് അതുകൊണ്ടാണോ എന്നറിയാൻ വയ്യ. ഇനി ഒരു ദിവസം നേരത്തെ വരുന്ന സമയത്ത് തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ, നൈറ്റ് വ്യൂസൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറങ്ങി നോക്കുക കേട്ടോ. നൈറ്റ് വ്യൂസൊക്കെ കാണാൻ അടിപൊളിയാണ് ഓണമായിട്ട്. ഇനിയിപ്പം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഇപ്പം നല്ല തിരക്കൊക്കെ ആവും. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കാഴ്ചകൾ കാണാനും തിരക്കും ഒക്കെ ഉള്ളത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണം പർച്ചേസിങ്ങും ഓണത്തിൻ്റെ ജോലികളും ഒക്കെ കഴിഞ്ഞു. എനിക്കാണെങ്കിലും ഓണത്തിൻ്റെ ജോലികളൊന്നും ആയിട്ടില്ല ഗൈസ്. ഇനി എല്ലാം വീട് ക്ലീനിങ്ങും വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുഞ്ഞു പിള്ളേരുണ്ടായതുകൊണ്ട് എല്ലാം സ്ലോ ആയിട്ടേ നടക്കുന്നുള്ളൂ. ഇനി എല്ലാം പെൻഡിങ്ങിലിട്ടേക്കാം. നാളെ തൊട്ടിനി അതാണ് പരിപാടി. പിന്നെ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.